എ പത്മകുമാറും ജാമ്യം തേടി സ്വാഭാവിക ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. 90 ദിവസം റിമാൻഡ് കാലാവധി പൂർത്തിയായി. ദ്വാരപാലക ശില്പക്കേസിൽ റിമാൻഡ് തുടരുന്നു എന്നത് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ നടപടി എന്താണ് ആവശ്യം? പത്മകുമാർ കട്ടിളപ്പാളി കേസിലാണ് സ്വാഭാവിക ജാമ്യത്തിനായിട്ട് ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത്. കട്ടിളപ്പാളി കേസിൽ 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. പക്ഷേ ദ്വാരപാലക ശില്പ കേസിൽ 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായിട്ടില്ല. റിമാൻഡ് തുടരുകയാണ്. ഫെബ്രുവരി 19-നാണ് വിജിലൻസ് കോടതി ഈ ഹർജി പരിഗണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ KP ശങ്കരദാസിന്റെ 2 ജാമ്യ ഹർജികൾ 23-ന് പരിഗണിക്കും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ആരോഗ്യനില ചൂണ്ടിക്കാട്ടിയാണ് ശങ്കരദാസ് ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും കട്ടിളപ്പാളി കേസിൽ പത്മകുമാർ ഇപ്പോൾ ഈ സ്വാഭാവിക ജാമ്യത്തിനായിട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യ അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ ശങ്കരദാസും ആരോഗ്യനില ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിരിക്കുന്നത്.